Welcome, welcome. CMA USA Accounting Base Class Part 4. If you are watching this video for the first time, I request you all to watch all the 3 previous sessions so that you will get the continuation. Part 4ൽ നമ്മളൊരു പുതിയ ടോപ്പിക്കുമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് നമ്മളോട് വന്നിട്ടുള്ളത്. ഐ എം നോട്ട് ടെല്ലിങ് യു ദ ടോപ്പിക് നെയിം അപ്രണ്ട്. ഇൻസ്റ്റെഡ് ഐ എം ഇൻവൈറ്റിംഗ് യുവർ അറ്റൻഷൻ ടു ദ following transactions. You know what's the transactions? There are 5 transactions in your screen and you have to categorize these 5 transactions into 2. ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിച്ചേ. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിച്ചേ. മേക്ക് എൻ അറ്റംപ്റ്റ്. യെസ്, ഡിഡ് യു ആൾ ട്രൈ? ഡിഡ് യു മേക്ക് എ ഹോണസ്റ്റ് ട്രൈ? എല്ലാവരും ഒരു ഹോണസ്റ്റ് ട്രൈ നടത്തിയോ? യെസ്, നമുക്ക് ട്രൈ നോക്കാം. ലെറ്റ്സ് ട്രൈ. വേജസ് പെയ്ഡ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ട്രാൻസാക്ഷനാണ് അല്ലേ. വേജസ് അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ് നമ്മൾ ഇപ്പം അടക്കും, പിന്നെ അടക്കും അല്ലേ. സാലറി പെയ്ഡ് വേജസ് പോലെ തന്നെയാണ്, റിപ്പീറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ റെൻറ്റ് പെയ്ഡും അതേപോലെ തന്നെയാണ് അല്ലേ, അതേപോലെ തന്നെയാണ്. എന്നാൽ ഏത് മെഷീനറി വാങ്ങി കമ്പ്യൂട്ടർ വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വാങ്ങുമോ? ഇല്ല അല്ലേ. അപ്പോൾ സംടൈംസ് പീപ്പിൾ മേ ബി ടെല്ലിങ് ദാറ്റ് 3ഉം 2ഉം എന്താണ് അസറ്റ് വാങ്ങുന്നതാണ്, അതുപോലെ 1ഉം 4ഉം 5ഉം എന്താണ് എക്സ്പെൻസ് ആണ്. കറക്റ്റാണ്. വാട്ട് ഈസ് ദാറ്റ് ഈസ് കറക്റ്റ്. എടാ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഐ ക്യാൻ അഗ്രി വിത്ത് യു. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഐ ക്യാൻ അഗ്രി വിത്ത് യു. റൈറ്റ്. അതിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവരെ കാറ്റഗറൈസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഫീച്ചർ ഉണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഫീച്ചർ എന്താ വെച്ചാൽ ഇതെല്ലാം എന്താണ്, ഇതിൻ്റെ എല്ലാം ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു കോമൺ ഫീച്ചറാണ്, ഇതെല്ലാം ഔട്ട്ഫ്ലോസ് ആണ്. കറക്റ്റ്. ഇതെല്ലാം ഔട്ട്ഫ്ലോസ് ആണ് അല്ലേ. ഇതെല്ലാം ഓൾ ദീസ് ആർ വാട്ട് ഔട്ട്ഫ്ലോസ്. ഇതെല്ലാം ഔട്ട്ഫ്ലോസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ലെറ്റ്സ് മേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് നമ്മൾ ഒന്നും കൂടെ വരികയാണെങ്കിൽ നമുക്ക് പറയാം, ദർ ആർ ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ്സിൽ വൈഡ് വെറൈറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലേ. ട്രാൻസാക്ഷൻ മീൻസ് ഡീലിങ്സ് ഇൻ എ ബിസിനസ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ പേഴ്സൺസ് അല്ലേ. ട്രാൻസാക്ഷൻസ് ഉണ്ട് ഒരു ബിസിനസ്സിൽ, ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ ട്രാൻസാക്ഷൻസിലൊക്കെ ദർ മേ ബി ഇൻഫ്ലോ ഔട്ട് ആസ് വെൽ ആസ് ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ മീൻസ് എന്താണ്? റെസിപ്റ്റ് ആണ്. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റെസിപ്റ്റ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ക്യാഷ് സെയിൽസ് പറഞ്ഞാൽ ക്യാഷ് കൂടുകയാണ് അല്ലേ. ഇതൊരു ഇൻഫ്ലോ ആണ്, അല്ലെങ്കിൽ റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ആര് കൂടുകയാണ്? ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടുകയാണ്. ദർ ഈസ് വാട്ട് ഹാപ്പനിങ്? ഇൻഫ്ലോ ഈസ് ഹാപ്പനിങ് അല്ലേ. ഇൻഫ്ലോ ഈസ് ഹാപ്പനിങ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടുകയാണ്. അതേപോലെ തന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലോ ആണ് സംഭവിക്കുന്നത്. കറക്റ്റ്. അതേപോലെ തന്നെ ദർ ഹാപ്പൻ വാട്ട്സ്, നമുക്ക് എന്തുണ്ടാവും? അപ്പോൾ വേജസ് പെയ്ഡ് പറഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് എ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് മീൻസ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ. ഔട്ട്ഫ്ലോ, ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട്. ഓക്കെ. അപ്പോൾ റെസിപ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ക്യാഷ് കൂടുക ചെയ്യുക, പേയ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് ക്യാഷ് എന്ത് ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ പേയ്മെന്റുകളെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്തറിയോ? എക്സ്പെൻഡിച്ചർ. വാട്ട് വി കോൾ എക്സ്പെൻഡിച്ചർ. നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ്പെൻഡിച്ചർ. പേയ്മെന്റുകളെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എക്സ്പെൻഡിച്ചർ. ഓക്കെ. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ട്രാൻസാക്ഷനിൽ എയ്തർ ഒരു റെസിപ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ഉണ്ടാവാം. റെസിപ്റ്റ് മീൻസ് ക്യാഷ് ഈസ് കമ്മിങ് ഇൻ അല്ലേ, അല്ലെങ്കിൽ അതൊരു ഇൻഫ്ലോ ആണ്, ക്യാഷ് കൂടുക ചെയ്യുക റെസിപ്റ്റ് നടന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ദർ മേ ബി പേയ്മെന്റ് ആൾസോ. പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട്. കറക്റ്റ്. ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട്. ക്യാഷ് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ക്യാഷ് പോകുന്ന സമയത്ത് അവിടെ ഇൻഫ്ലോ ആണ് ഔട്ട്ഫ്ലോ ഉണ്ടാവുക. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയുക ചെയ്യുക. ഈ പേയ്മെന്റിന് നമ്മൾ എന്ത് പറയും? എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റിനെ പറയാം അല്ലേ. പേയ്മെന്റിന് നമ്മൾ എന്താ പറയുക? എക്സ്പെൻഡിച്ചർ എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ ഈ 5 കേസിലും ഇതൊക്കെ എന്താണ്? ഈ 5 കേസിലും ഇതെല്ലാം എക്സ്പെൻഡിച്ചർ ആണ്. ഈ 5 കേസിലും ഇതെല്ലാം എക്സ്പെൻഡിച്ചർ ആണ്. കറക്റ്റ്. ഓൾ ദീസ് ആർ എക്സ്പെൻഡിച്ചർ അല്ലേ. ഔട്ട്ഫ്ലോ ആണ്. എല്ലാം ഔട്ട്ഫ്ലോസ് ആണ്.
ദീസ് ടു ഔട്ട്ഫ്ലോസ് ആർ ഹാവിങ് ലോങ് ടേം ഇമ്പാക്ട്. മെഷീനറി വാങ്ങി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞാൽ, മെഷീനറി വാങ്ങി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോങ് ടേം ഇമ്പാക്റ്റ് ആണോ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണോ? ദേ ആർ ഹാവിങ് ലോങ് ടേം ഇമ്പാക്ട്. യെസ് ഓർ നോ? അല്ലേ? ഇവിടെ മെഷീനറി വാങ്ങി കമ്പ്യൂട്ടർ വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉള്ളത് ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. യെസ് ഓർ നോ? അല്ലേ? മെഷീനറി വാങ്ങി കമ്പ്യൂട്ടർ വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. എന്നാൽ വേജ് പേ ചെയ്തു, സാലറി പേ ചെയ്തു, റെന്റ് പേ ചെയ്തു പറഞ്ഞാൽ ഏതാണ്? ലോങ് ടേം ഇമ്പാക്റ്റ് ആണോ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണോ? അവിടെ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്. റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, അതുപോലെ വേജസ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്. കറക്റ്റ്? ഓക്കെ. അപ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻസ് ഹാവിങ് ലോങ് ടേം ഇമ്പാക്ട്. ഇപ്പം നിങ്ങളൊരു കാർ വാങ്ങി, അത് ലോങ് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻ ആണ്. ലോങ് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ പറയും ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ്. വാട്ട് വി കോൾ ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ്. എന്നാൽ ഷോർട്ട് ടേം, എസ് ടി മീൻസ് ഷോർട്ട് ടേം കേട്ടോ, വേണ്ട ഞാൻ ഫുൾ ഫോം എഴുതാം. ലോങ് ടേം ഇമ്പാക്റ്റ്, ലോങ് ടേം ഇമ്പാക്റ്റ്, അതേപോലെ തന്നെ ഷോർട്ട് ടേം ഇമ്പാക്റ്റ്. ലോങ് ടേം ഇമ്പാക്റ്റ്, ഷോർട്ട് ടേം ഇമ്പാക്റ്റ്. ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ഉള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ്. വാട്ട് ഡു വി കോൾ? റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ്. ഓക്കെ, റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ്. റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ്. ഓക്കെ. അപ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് എന്നും, അതേപോലെ ഷോർട്ട് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാം കേട്ടോ. ലോങ് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് എന്നും, അതേപോലെ തന്നെ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് പറയും? റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ പിന്നെ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഷോർട്ട് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഷോർട്ട് ടേം ഇമ്പാക്റ്റുള്ള ട്രാൻസാക്ഷൻസ് ആണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഈസ് ദാറ്റ് ഫൈൻ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, നമുക്കൊന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ട്. ഓക്കെ, ഒരു ഔട്ട്ഫ്ലോ, ഒരു പേയ്മെൻറ്റ്. ആ പേയ്മെൻറ്റ് എന്താണ്? ആ പേയ്മെൻറ്റ് ലോങ് ടേം ഇമ്പാക്റ്റിലെ പേയ്മെൻറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തറിയോ? പേയ്മെൻറ്റുകൾ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ മെഷീനറി വാങ്ങി, പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പെൻഡിച്ചർ ആണ്, ഔട്ട്ഫ്ലോ. ദാറ്റ് ഈസ് ഹാവിങ് ലോങ് ടേം. അപ്പോൾ ഔട്ട്ഫ്ലോനെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ഔട്ട്ഫ്ലോ ആണെങ്കിൽ അതിന് ഏതെന്ന് പറയും? ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എടാ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കറക്റ്റ്? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? അതേപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ഉള്ള ഔട്ട്ഫ്ലോസ് ഉണ്ട്. ഷോർട്ട് ടേം ഇമ്പാക്റ്റുള്ള ഔട്ട്ഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്തിനു പറയും? നമ്മൾ അതിന് എന്ത് പറയും? റവന്യൂ എന്ന് പറയും. ഔട്ട്ഫ്ലോനെ നമ്മൾ എന്ത് പറയും? എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. when with respect to a transaction, ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് either you may be having a receipt or you may be having a payment. Receipt means cash is coming in, അല്ലേ? പേയ്മെന്റ് പറഞ്ഞാൽ cash is going out. കറക്റ്റ്? cash is going out. അപ്പോൾ റെസിപ്റ്റിനെ നമ്മൾ ഇൻഫ്ലോ എന്ന് പറയും, ക്യാഷ് കൂടെ ചെയ്യുക. പേയ്മെന്റിനെ നമ്മൾ ഔട്ട്ഫ്ലോ എന്ന് പറയും, ഔട്ട്ഫ്ലോ ഉണ്ടായ ക്യാഷ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ ഔട്ട്ഫ്ലോകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഔട്ട്ഫ്ലോകൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻ. അപ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ഒരു ഔട്ട്ഫ്ലോ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ഔട്ട്ഫ്ലോ ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ പറയും. ലോങ് ടേം ക്യാപിറ്റൽ, ഷോർട്ട് ടേം റവന്യൂ. എക്സ്പെൻഡിച്ചർ മീൻസ് ഔട്ട്ഫ്ലോ. അപ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള ഔട്ട്ഫ്ലോ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ഉള്ള ഔട്ട്ഫ്ലോ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഗെറ്റിംഗ് എ ക്ലാരിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ലോങ് ടേം ഇമ്പാക്റ്റ്, പ്ലസ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതേപോലെ തന്നെ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് പ്ലസ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു ഏതാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ.
ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് പ്ലസ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു വാട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ദർ ആർ 2 types ഓഫ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, മെഷീനറി വാങ്ങി, ഫർണിച്ചർ വാങ്ങി, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വേജസ് പെയ്ഡ്, ഗുഡ്സ് പർച്ചേസ്ഡ്, സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, അല്ലേ, ഇതൊക്കെ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലേ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിഡറേഷൻസ് ഇൻ ഡിറ്റർമിനിങ് റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഡിറ്റർമിനൻസ് ഓഫ് റവന്യൂ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കൺസിഡറേഷൻസ് ഇൻ determining capital or revenue expenditure. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ്. കൺസിഡറേഷൻസ് ഇൻ ഡിറ്റർമിനിങ് ക്യാപിറ്റൽ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ കമ്പ്യൂട്ടർ വാങ്ങിയാൽ അത് അവരുടെ ഗുഡ്സ് ആണ്, അല്ലേ. കമ്പ്യൂട്ടർ ഷോപ്പിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അത് അവരുടെ ഗുഡ്സ് ആണ്. ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ ഗുഡ്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, എപ്പോഴും സംഭവിക്കും. അപ്പോൾ അതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലേ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ തന്നെ ഇഫ് യു ബൈ എ ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, PPE ആണ്, പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. PPEs are tangible assets held for producing goods, providing service, administrative service, renting to others and are expected to be held for a period more than 1 year. തൊട്ട് മുമ്പത്തെ സെഷനിൽ പഠിച്ചല്ലേ ഉള്ളൂ. യെസ്. അപ്പോൾ ഫേർണിച്ചർ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ലോങ് ടേമുക്ക് നമ്മൾ യൂസ് ചെയ്യാനല്ലേ വാങ്ങുന്നത്, കറക്റ്റ്, എക്സാക്ട്ലി, അല്ലേ. അപ്പോൾ അതെന്ത് എക്സ്പെൻഡിച്ചർ ആണ്, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലേ. നേരെ മറിച്ച് ഫോർ എക്സാമ്പിൾ, യു ആർ എ ഫേർണിച്ചർ ഷോപ്പിൽ നിങ്ങൾ ഫേർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താണ്, ഗുഡ്സ് ആണ്. ഫേർണിച്ചർ ഷോപ്പിൽ ഫേർണിച്ചർ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആണ്. അതെന്താണ് അപ്പോൾ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ദാറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്നാൽ ഫേർണിച്ചർ ഷോപ്പിൽ നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞാലോ, കമ്പ്യൂട്ടർ ഈസ് ബോട്ട് ഫോർ യൂസിന് വേണ്ടി കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞാൽ അതെന്താണ്, PPE ആണ്. അപ്പോൾ PPE വാങ്ങുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അണ്ടർസ്റ്റാൻഡിങ്, കം ഓൺ, മനസ്സിലാവുന്നുണ്ടോ? സെറ്റ് അല്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റെഡി അല്ലേ? അത്രേ ഉള്ളൂ, അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പിൽ കമ്പ്യൂട്ടർ വാങ്ങിയാൽ ഗുഡ്സ് ആണ്, ഐ മീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഫേർണിച്ചർ ഷോപ്പിൽ ഫേർണിച്ചർ വാങ്ങിയാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ കമ്പ്യൂട്ടർ ഷോപ്പിൽ ഫേർണിച്ചർ വാങ്ങിയാലോ ക്യാപിറ്റലാണ്, ഫേർണിച്ചർ ഷോപ്പിൽ കമ്പ്യൂട്ടർ വാങ്ങിയാലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബിസിനസ് നമ്മൾ ഒരു എക്സ്പെൻഡിച്ചർ റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിലെ ഫസ്റ്റ് പാരാമീറ്റർ ആണ് എന്ത്, നേച്ചർ ഓഫ് ബിസിനസ്. അപ്പോൾ നേച്ചർ ഓഫ് ബിസിനസ്, സാധാരണ ഒരു ബിസിനസ് ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലാൻഡ് ഈസ് ബോട്ട് ഫോർ ലോങ് ടേം യൂസ്, അല്ലേ. സാധാരണ ഒരു ബിസിനസ് ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് എക്സ്പെൻഡിച്ചർ ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സാധാരണ ഒരു ബിസിനസ് ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സാധാരണ ഒരു ബിസിനസ് ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ ഇഫ് ദ ലാൻഡ് ഈസ് ബോട്ട് ബൈ എ റിയൽ എസ്റ്റേറ്റ് ഡീലർ, ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലർ ആണ് ലാൻഡ് വാങ്ങിയതെങ്കിൽ ദാറ്റ് ഈസ് ഫോർ റീസെയിൽ ആണ്, അല്ലെ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആണ്, അവരുടെ ഗുഡ്സ് ആണ്, റിലേറ്റിംഗ് ടു ഡേ ടു ഡേ ഓപ്പറേഷൻ ആണ്. അപ്പോൾ അതെന്താണ്, ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലേ. നോർമലി ഒരു ലൈക്ക് എന്താ പറയുക, ഒരു ബിസിനസ്, ഒരു ബിസിനസ് ഒരു ബിൽഡിംഗ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ ഒരു പ്രോപ്പർട്ടി ഡീലർ, റിയൽ എസ്റ്റേറ്റ് ഡീലർ എന്ത് ചെയ്യാണ്, ഒരു മെഷീനറി വാങ്ങുകയാണെങ്കിൽ അതെന്താണ്, ദാറ്റ് ഈസ് എ റിയൽ എസ്റ്റേറ്റ് ഡീലർ മെഷീനറി വാങ്ങുകയാണെങ്കിൽ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റിയൽ എസ്റ്റേറ്റ് ഡീലർ മെഷീനറി അല്ല ബിൽഡിംഗ് വാങ്ങുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച്, അല്ലേ, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്നെല്ലാം എന്ത് ചെയ്യും, ചേഞ്ച് ആവും, അല്ലേ. അവിടെ ഒരു ബിസിനസ് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്നെല്ലാം എന്ത് ചെയ്യും, ചേഞ്ച് ആവും. ഓക്കെ, റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്നുള്ളത് എന്ത് ചെയ്യും, നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ആവും. ഫസ്റ്റ് മാറ്റർ, ഫസ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യു ആർ ഹാവിങ് എ ലാൻഡ്, നിങ്ങളൊരു ലാൻഡ് മേടിച്ചു. ലാൻഡിൽ എന്തുണ്ട്, ഒരുപാട് ഫോർ എക്സാമ്പിൾ ഒരുപാട് ഗ്രാസ് ഉണ്ട്, ഗ്രാസ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാസ് ആണ് കേട്ടോ. ഓക്കെ, ദിസ് ഈസ് ലാൻഡ്. അപ്പോൾ ലാൻഡ് ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ഗ്രാസ് കട്ടിങ് ചെയ്തു. സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്തു, സൈഡിൽ നിങ്ങളൊരു കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കി. എന്തുണ്ടാക്കി,
കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കി. അപ്പോൾ കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കാൻ യു നീഡ് ടു സ്പെൻഡ് സം ഡോളർ, കറക്റ്റ്. ദെൻ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു അറിയോ, നിങ്ങളൊരു വെല്ലുണ്ടാക്കി. വെല്ല് ഒരു വെല്ല്. എടാ വെല്ലിന്ന് എന്താ കിട്ടുക? യെസ്, യു വിൽ ഗെറ്റ് വാട്ടർ, കറക്റ്റ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് വെല്ല്. സോ യു ഹാവ് ഇൻകേർഡ് 3 കോസ്റ്റ് ഓവർ ഹിയർ. നിങ്ങളിവിടെ 3 കോസ്റ്റ് നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. ഏതൊക്കെ? കോമ്പൗണ്ട് വാള്, കൺസ്ട്രക്ഷൻ ഓഫ് വെല്ല്, ഗ്രാസ് കട്ടിങ് അല്ലേ? കോമ്പൗണ്ട് വാള്, കൺസ്ട്രക്ഷൻ ഓഫ് വെല്ല്, ഗ്രാസ് കട്ടിങ്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങളെ ലാൻഡിൻ്റെ വാല്യൂ കൂടുക? ഇപ്പം നിങ്ങൾ ഗ്രാസ് കട്ട് ചെയ്തു, ഗ്രാസ് വീണ്ടും വരൂലേ? ഈ ഗ്രാസ് കട്ടിങ് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി മെയിൻ്റനൻസ് ആണ്. ഗ്രാസ് കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം, വീണ്ടും കട്ട് ചെയ്യണം അല്ലേ? എന്നാൽ നമ്മൾ എല്ലാ കൊല്ലം വെല്ല് ഉണ്ടാക്കണോ? വേണ്ട. വൺസ് ഇറ്റ് ഈസ് മെയ്ഡ്, എന്താ പറയുക, ഇറ്റ്സ് പെർമനൻറ്റ് അല്ലേ? അതേപോലെ കോമ്പൗണ്ട് വാൾ നമ്മൾ എന്താ പറയുക, പെർമനൻറ്റ് കോമ്പൗണ്ട് വാളാണ്, അല്ല തെർമോക്കോൾ കൊണ്ടല്ല കേട്ടോ. കോമ്പൗണ്ട് വാൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാൾ അവിടെ ലൈഫ് ലോങ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ കോമ്പൗണ്ട് വാള്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് വെല്ല്, ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ ആക്ച്വലി ഇംപ്രൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇതൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. കോമ്പൗണ്ട് വാള്, അതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് വെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ ആക്ച്വലി ഇംപ്രൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇതൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. എടാ ഇതെല്ലാം ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ എന്താണ്? ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് അല്ലേ? ദീസ് ആർ ഓൾ ഇംപ്രൂവ്മെൻറ്റ്സ്. ഇംപ്രൂവ്മെൻറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ആഡിങ് ദ വാല്യൂ ഓഫ് ദ അസറ്റ്. നിങ്ങൾ വേറൊരു ലാൻഡ് വാങ്ങിയപ്പോഴും, അതുപോലെ തന്നെ നിങ്ങൾ അതിൽ മറ്റേ വെല്ലും, അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ലാൻഡിൻ്റെ വാല്യൂ രണ്ടായിരിക്കും. ലാൻഡിൻ്റെ വാല്യൂ കൂടുന്നുണ്ട് അല്ലേ? എന്നാൽ ഗ്രാസ് കട്ടിങ് എന്ന് പറഞ്ഞാലോ, ഗ്രാസ് കട്ടിങ് ഉള്ള അസറ്റിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്നതല്ലേ? അതെ. അപ്പോൾ ഒരു കോസ്റ്റ്, നിങ്ങൾ ചിലവാക്കുന്ന ഒരു കോസ്റ്റ്, ഒരു അസറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിലവാക്കുന്ന ഒരു കോസ്റ്റ്, സേ ഫോർ എക്സാമ്പിൾ ഇഫ് ദാറ്റ് ഈസ് മെയിൻ്റനൻസ് കോസ്റ്റ്. എടാ അത് മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിൽ അതെന്താണ്? മെയിൻ്റനൻസ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ലോങ് ടൈം ഇമ്പാക്ട്. അതിന് യാതൊരു ലോങ് ടൈം ഇമ്പാക്റ്റും ഇല്ല. അതേപോലെ തന്നെ അത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ തന്നെ ഇഫ് ആൻ എക്സ്പെൻഡിച്ചർ ഈസ് ഇംപ്രൂവ്മെന്റ്. എടാ ഒരു എക്സ്പെൻഡിച്ചർ ഇംപ്രൂവ്മെന്റ് ആണ്. ഒരു എക്സ്പെൻസ് നിങ്ങൾ ചിലവാക്കുന്നത് ഒരു അസറ്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ലൈക്ക് നിങ്ങളിവിടെ മറ്റേ വെല്ലുണ്ടാക്കി, അതേപോലെ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടാക്കി, അത് അസറ്റിന്റെ വാല്യൂ ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? യെസ്. അപ്പോൾ അസറ്റിന്റെ വാല്യൂ ഇംപ്രൂവ്മെന്റ് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈം ഇമ്പാക്റ്റ് ആണ്. ഗ്രാസ് കട്ടിങ് മെയിൻ്റെനൻസ് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ആണ് അല്ലേ? യെസ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ദാറ്റ് വുഡ് ബി ട്രീറ്റഡ് ആസ് വാട്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ്, അടുത്തൊരു ഡിറ്റർമിനന്റ് പറഞ്ഞാൽ ദാറ്റ് ഈസ് പർപ്പസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചർ നിങ്ങൾ ചിലവാക്കുമ്പോൾ അതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ, എടാ ഒരു എക്സ്പെൻഡിച്ചർ നിങ്ങൾ ചിലവാക്കുന്ന സമയത്ത് അതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ തന്നെ ഒരു എക്സ്പെൻഡിച്ചർ നിങ്ങൾ ചിലവാക്കുന്നുണ്ട്, അതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ, അസറ്റ് ഇംപ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ഏത് എക്സ്പെൻഡിച്ചർ ആണ്? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചർ നിങ്ങൾ ചിലവാക്കുമ്പോൾ അത് അസറ്റിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യലാണ് അവിടുത്തെ പർപ്പസ് എന്നുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതല്ല അസറ്റിനെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് എ ബസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബസ് ഉണ്ട്, don't congratulate me for my superb drawing. Okay, you are having a bus. One tire is missing. Correct. Okay, ബസ് ഉണ്ട്. അപ്പോൾ ബസ് നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ വർഷവും നിങ്ങൾ എന്ത് ചെയ്യും? AMC ചെയ്യും, അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റെനൻസ് ചെയ്യും. ആനുവൽ മെയിൻ്റെനൻസ് പറഞ്ഞാൽ അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റും, ഓയിൽ മാറ്റും, അതൊക്കെ. അപ്പോൾ മെയിൻ്റെനൻസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് വഴിയിൽ നിൽക്കാതെ അതേപോലെ കീപ്സ് ഓൺ റണ്ണിങ് ആക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റാണ് എന്ത്? മെയിൻ്റെനൻസ് കോസ്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? മെയിൻ്റെനൻസ് കോസ്റ്റ്. അപ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ നിങ്ങൾ ടയർ മാറ്റും, അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. കറക്റ്റ് അല്ലേ? ടയർ മാറ്റും, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി നേരെ മറിച്ച് പണ്ട് നമ്മൾ ഒരു ലോറിയൊക്കെ മേടിക്കുന്ന സമയത്തേ നമുക്ക് വെറും ചേസിസ് മാത്രം കിട്ടും. ബസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് വെറും ചേസിസ് മാത്രം കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്യല്ലേ ചെയ്യുക? അതെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് ലോങ് ടേമുക്കാണ് അല്ലേ? അത് ഏത് കോസ്റ്റാണ്? എടാ അത് ഏത് കോസ്റ്റാണ്? മെയിൻ്റെനൻസ് കോസ്റ്റ് ആണോ, ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആണോ? ദാറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ്. ഇംപ്രൂവ്മെന്റ് കോസ്റ്റ്. അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ ആണോ, റവന്യൂ ആണോ? ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ആണോ, റവന്യൂ ആയിട്ടോ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് വാട്ട്? ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റവന്യൂ അല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തേർഡ് വൺ, സാധാരണ
റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഇപ്പോൾ വേജ് പെയ്ഡ്, അതുപോലെ തന്നെ വേജ് പെയ്ഡ്, പർച്ചേസ് മെയ്ഡ്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, അതേപോലെ തന്നെ പിന്നെ സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്. സാധാരണ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും? ദേ വിൽ ബി റിക്കറിങ് ഇൻ നേച്ചർ കേട്ടോ. റിക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം റിക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. റിക്കറിങ് മീൻസ് റിപ്പീറ്റേറ്റീവ്. ഇന്നുണ്ട്, ഇന്നലെ ഉണ്ട്, നാളെ ഉണ്ട്, മീൻസ് കണ്ടിന്യൂസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരും. അത് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. റിക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചർ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ഏതായിരിക്കും? ക്യാപിറ്റൽ നേച്ചർ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ഏതായിരിക്കും? നോൺ റിക്കറിങ് ആയിരിക്കും. നോൺ റിക്കറിങ്. അപ്പോൾ റിക്കറിങ് നേച്ചർ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഇത് റിപ്പീറ്റ് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ തീരുമാനിക്കരുത് കേട്ടോ. റിക്കറിങ് ആണോ എന്ന് മീൻസ് ഒരൊറ്റ പാരാമീറ്റർ നോക്കിയിട്ടല്ല നമ്മളിത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ ഡിസൈഡ് ചെയ്യുക. ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എക്സ്പെൻഡിച്ചർ റിക്കറിങ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ജനറലി ഏതായിട്ട് ട്രീറ്റ് ചെയ്യുക? നമ്മളതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതേപോലെ നോൺ റിക്കറിങ് ആണെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്? ഗോട്ട് എ ക്ലാരിറ്റി? ദെൻ നെക്സ്റ്റ് വൺ ആണ് effect on revenue generating capacity of the business. 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 Here what we mean is that ഇപ്പോൾ വേജസ് പെയ്ഡ്, നിങ്ങൾ വേജസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ടുഡേ യു പെയ്ഡ്, യെസ്റ്റർഡേ യു പെയ്ഡ്, ടുമോറോ ഓൾസോ യു വിൽ ബി പേയിങ് അല്ലേ. അപ്പോൾ ഒരാൾ വേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ലൈഫ് ലോങ് വർക്ക് ചെയ്യോ? 1 year വർക്ക് ചെയ്യോ? ഇല്ല. കാരണം അവിടെ നമ്മൾ വേജ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നമുക്ക് എത്ര കാലം വർക്ക് ചെയ്ത് തരുന്നുള്ളൂ? അയാൾ വളരെ ഷോർട്ട് ടൈമിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം അയാൾ നമുക്ക് വർക്ക് ചെയ്ത് തരുന്നുള്ളൂ അല്ലേ. അപ്പോൾ റവന്യൂ ദാറ്റ് പേയ്മെന്റ് ഓഫ് വേജസ് വിൽ ഹെൽപ്പ് യു ടു ജനറേറ്റ് റവന്യൂ ഓൺലി ഇൻ ദ കറന്റ് പീരിയഡ് അല്ലേ. അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ കാരണം, ഇഫ് ആൻ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് ഇൻ revenue generation only in current period. നമുക്ക് കറന്റ് പീരിയഡിൽ മാത്രമാണ് ഒരു എക്സ്പെൻഡിച്ചർ കാരണം ബെനിഫിറ്റ് ഉണ്ടാവുന്നതെങ്കിൽ, കറന്റ് പീരിയഡിൽ മാത്രമാണ് ഒരു എക്സ്പെൻഡിച്ചർ കാരണം നമുക്ക് കറന്റ് പീരിയഡിൽ മാത്രമേ, ഇഫ് ആൻ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് ഇൻ റവന്യൂ ജനറേഷൻ ഓൺലി ഇൻ കറന്റ് പീരിയഡ് ആണെങ്കിൽ അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇഫ് ആൻ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് ഇൻ റവന്യൂ ജനറേഷൻ ഓൺലി ഇൻ കറന്റ് പീരിയഡ് ആണെങ്കിൽ അതേതാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക്, കാരണം അത് ഷോർട്ട് ടേമിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? നിങ്ങളെ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ആൻ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് ഇൻ റവന്യൂ ജനറേഷൻ ബിയോണ്ട് കറന്റ് ഇയറിൻ്റെ അപ്പുറത്ത്, കറന്റ് ഇയറിൻ്റെ അപ്പുറത്ത് നിങ്ങളെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. If an expenditure that helps you to generate revenue ബിയോണ്ട് കറന്റ് ഇയർ. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വേജ് കൊടുത്തു, വെറും വേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറഞ്ഞാൽ, ഓൺ ദ അതർ ഹാൻഡ് വേജസ് പെയ്ഡ് ഫോർ വർക്കേഴ്സ് ഫോർ കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്. വേജസ് പെയ്ഡ് ഫോർ വർക്കർ കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്. എടാ, ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വർക്കർക്ക് നമ്മൾ വേജ് കൊടുത്തു. നമ്മൾ വേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് എക്സ്പെൻഡിച്ചർ ആണ്? ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വർക്കർക്ക് നമ്മൾ വേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേജ് നമ്മൾ വേജ് കൊടുത്തതുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാവും. ബിൽഡിംഗ് ഉണ്ടാവുന്നത് എന്താണ്? ലോങ് ടേം ആണ് അല്ലേ. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇമ്പാക്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ വർക്കർക്ക് എന്ത് കൊടുത്തത്, വേജ് കൊടുത്തത്. അപ്പോൾ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, റവന്യൂ ആയിട്ടാണോ ക്യാപിറ്റൽ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റവന്യൂ ജനറേറ്റിംഗ് കപ്പാസിറ്റി, ഒരു എക്സ്പെൻഡിച്ചർ കാരണം നമുക്ക് റവന്യൂ ഈസ് ജനറേറ്റഡ് ഓൺലി ഇൻ കറന്റ് പീരീഡ് ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇഫ് റവന്യൂ ഇസ് ജനറേറ്റഡ് ബിയോണ്ട് കറന്റ് പീരീഡ് ആണെങ്കിൽ ഏതാണ്, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കേട്ടോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, യു ബോട്ട് എ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ വേണ്ട, യു ബോട്ട് എ സ്റ്റേപ്ലർ അറിയില്ലേ, യു ബോട്ട് എ സ്റ്റേപ്ലർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്റ്റേപ്ലർ മേടിച്ച്, ഈ സ്റ്റേപ്ലർ മേടിച്ച് സേ ഫോർ എക്സാമ്പിൾ ഫോർ 100 rupees ആണ്. ഈ സ്റ്റേപ്ലർ യു വിൽ ബി യൂസിങ് ഫോർ മോർ ദാൻ 1 year അല്ലേ. അപ്പോൾ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ, ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്, റവന്യൂസ് ജനറേറ്റർ, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്പ് യു ടു ഫോർ യുവർ ഓപ്പറേഷൻസ് നോട്ട് ഓൺലി ഇൻ കറന്റ് പീരീഡ്, ബിയോണ്ട് കറന്റ് പീരീഡ് നിങ്ങളെ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ജനറലി എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, റവന്യൂ ആയിട്ടാണോ ക്യാപിറ്റൽ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ സ്റ്റേപ്ലർ 100 രൂപ അല്ലേ. അപ്പോൾ അതൊന്നും മെറ്റീരിയൽ മീൻസ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മെറ്റീരിയൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റവന്യൂ മീൻസ് അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് വാട്ട്, നമുക്ക് അതിനെ എന്തായാലും ട്രീറ്റ് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്താലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഒരു എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ അത് മെറ്റീരിയൽ ആൻഡ് സിഗ്നിഫിക്കൻറ്റ്, മെറ്റീരിയൽ മീൻസ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻറ്റ്, അത്യാവശ്യം എമൗണ്ട് ഒക്കെ ഉള്ള സാധനമാണെങ്കിൽ മാത്രം അതിനെ ക്യാപിറ്റലോട്ട് കൊണ്ടുവന്നാൽ മതി. അല്ലാത്തൊക്കെ നമ്മൾ ജനറലി എന്താക്കിയിട്ട് അങ്ങ് തള്ളിയാൽ മതി, റവന്യൂ ആക്കിയിട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഫിഫ്ത്ത് ഐറ്റം, ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡിസൈഡ് വെദർ ആൻ ഐറ്റം ഈസ് ക്യാപിറ്റൽ ഓർ റവന്യൂ, ക്യാപിറ്റൽ നേച്ചർ ആണോ റവന്യൂ നേച്ചർ ഐറ്റം ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫിഫ്ത്ത് ഐറ്റം ആണ് എന്തറിയോ, മെറ്റീരിയാലിറ്റി കേട്ടോ, മെറ്റീരിയാലിറ്റി. ദിസ് ഈസ് ദ ഫിഫ്ത്ത് ഐറ്റം, മെറ്റീരിയാലിറ്റി. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, റവന്യൂ മീൻസ് ഷോർട്ട് ടൈം ഇമ്പാക്റ്റ്, ക്യാപിറ്റൽ മീൻസ് ലോങ് ടൈം ഇമ്പാക്റ്റ്, എക്സ്പെൻഡിച്ചർ മീൻസ് പേയ്മെൻറ്റ് അഥവാ ഔട്ട്ഫ്ലോ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ ഏതുണ്ട്, വി ആർ ഹാവിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ദാറ്റ് ഈസ് ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഷോർട്ട് ടേം ഇമ്പാക്റ്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് ഹാവിങ് ലോങ് ടേം ഇമ്പാക്റ്റ്. ഷോർട്ട് ടൈം ഇമ്പാക്റ്റ്, ലോങ് ടേം ഇമ്പാക്റ്റ്, അതേപോലെ തന്നെ റിക്കറിങ്, അതുപോലെ ഏതുണ്ട്, നോൺ റിക്കറിങ് അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ റിക്കറിങ് ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ നോൺ റിക്കറിങ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻ്റനൻസ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ഏതാണ്, മെയിൻ്റനൻസ് ആണോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ, ദാറ്റ് ഈസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെൽപ്സ് യു ടു ജനറേറ്റ് റവന്യൂ ഓൺലി ഇൻ കറന്റ് പീരീഡ് അല്ലേ, റവന്യൂ ജനറേറ്റഡ് ഓൺലി ഇൻ കറന്റ് ഇയർ. Revenue is
generated only in current year. റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയറിൽ മാത്രമാണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ റവന്യൂ ഈസ് ജനറേറ്റഡ് ബിയോണ്ട് കറണ്ട് ഇയർ. കറണ്ട് ഇയറിൻ്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കറണ്ട് ഇയറിൻ്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവുന്ന സമയത്ത് റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മളെ ബിയോണ്ട് കറണ്ട് ഇയറിൻ്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വി വോട്ട് എ മെഷീനറി ഫ്രം ന്യൂയോർക്ക്. നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ഒരു മെഷീനറി വാങ്ങിയിട്ട് നമ്മുടെ പ്രിമൈസസിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ മെഷീനറിക്ക് നമ്മളൊരു പർച്ചേസ് പ്രൈസ് കൊടുത്തു. വി ഗേവ് എ പർച്ചേസ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ അതൊരു $50,000 ആണ്. ആ ന്യൂയോർക്കിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. നമ്മുടെ ഫാക്ടറി പ്രിമൈസസിലോട്ട് നമ്മൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടി വി ഇൻകർഡ് എ ക്യാരേജ് ഓഫ് $2,000. ദെൻ പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇറക്റ്റ് ചെയ്തിട്ട്, വെറുതെ മെഷീനറി കൊടുത്തിട്ട് തട്ടിയിടാൻ പറ്റുമോ? ഇല്ല. അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവായത് ഫോർ എക്സാമ്പിൾ $500 ആണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രയൽ റൺ അടിച്ചു നോക്കിയപ്പോൾ നമുക്ക് കൺഫേം ആയി, യെസ് ഇറ്റ് ഈസ് ഓപ്പറേഷണൽ നൗ. ഇപ്പോൾ ഇത് റെഡിയാണ്. നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം? അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് റൺ വർക്കബിൾ കണ്ടീഷനിലായി. ട്രയൽ റണ്ണിന് വേണ്ടി നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു $50 നമുക്ക് സ്പെൻഡ് ആയി. എങ്കിൽ ഒരു അസറ്റ് നമ്മൾ വാങ്ങിയിട്ട് അത് അവൈലബിൾ ഫോർ യൂസ് ആവുക എന്ന് പറഞ്ഞാൽ അത് യൂസബിൾ കണ്ടീഷനിലാവുക. ഇനി അത് ഇപ്പോൾ നമ്മൾ മെഷീനറി വാങ്ങിയതുകൊണ്ട് മാത്രം മെഷീനറി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. യു നീഡ് ടു ബ്രിങ് അല്ലേ? നമ്മൾ ക്യാരേജ് ചിലവാക്കണം. നമ്മൾ ഒരു അസറ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചിലവാകുന്ന പൈസനെ പറയുന്ന പേരാണ് ക്യാരേജ് കേട്ടോ. ക്യാരേജ്, ഫ്രൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ക്യാരേജ്. അതേപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചിലവാകുന്ന പൈസ, ഇൻസ്റ്റലേഷൻ ഫീസ്. അതേപോലെ തന്നെ ട്രയൽ റൺ ഓടിച്ചു നോക്കുക. അപ്പോൾ ട്രയൽ റൺ കോസ്റ്റ്. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. നോട്ട് ജസ്റ്റ് ദ പർച്ചേസ് പ്രൈസ്. ഈ $50,000 മാത്രമല്ല, മറിച്ച് അത് അവൈലബിൾ ഫോർ യൂസ് ആകുന്നത് വരെ എന്തെല്ലാം കോസ്റ്റ് നിങ്ങൾ ചിലവായോ അതെല്ലാം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് കോസ്റ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് വാട്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ. അത് തെറ്റിക്കരുത്. ആ എല്ലാ കോസ്റ്റിനും നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നോട്ട് ജസ്റ്റ് നമ്മൾ ഇത് മാത്രമല്ല, നമ്മുടെ പിന്നെ ഈ ഒരു ഐറ്റം മാത്രമല്ല, ഏത് ഐറ്റം മാത്രമല്ല, നമ്മുടെ ആ ഒരു പർച്ചേസ് കോസ്റ്റ് മാത്രമല്ല നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. എൻ്റയർ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം കേട്ടോ. യെസ്, ഹോപ്പ് യു ഗോട്ട് എ ക്ലാരിറ്റി. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ്. കറക്റ്റ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് വിത്ത് റെസ്പെക്ട് ടു റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് ഏത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ഓവർവ്യൂ ആണ്, ഡീറ്റെയിൽഡ് ഓവർവ്യൂ ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. കറക്റ്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. മുന്നോട്ട് പോവാം.
ഓക്കെ, അപ്പോൾ ലെറ്റ്സ് പ്രൊസീഡ്. അപ്പോൾ സോ ഫാർ വി ഡിസ്കസിങ് അബൌട്ട് ദ പേയ്മെൻറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ഐ എം ടേക്കിംഗ് യു ബാക്ക് ടു ദ ഡിസ്കഷൻ. ഐ ടോൾഡ് യു ദർ ആർ ട്രാൻസാക്ഷൻ മേ ഇൻവോൾവ് പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ്സ്. പേയ്മെൻറ്റ്സ് ഉണ്ടാവാം, അതേപോലെ തന്നെ ഇതുണ്ടാവാം, റെസിപ്റ്റ്സ് ഉണ്ടാവാം. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്, ദാറ്റ് ഈസ് ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട്, ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. അതേപോലെ തന്നെ ഏതുണ്ട്, റെസിപ്റ്റ് ഉണ്ട്. റെസിപ്റ്റ് പറഞ്ഞാൽ ക്യാഷ് ഈസ് കമ്മിങ് ഇൻ അല്ലേ, ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടുകയാണ്, ക്യാഷ് ആണ് അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇൻഫ്ലോ ആണ്. കറക്റ്റ്, ഇൻഫ്ലോ ആണ് അല്ലേ, എടാ ഇൻഫ്ലോ ആണ് സംഭവിക്കുന്നത്. റൈറ്റ്, ഇൻഫ്ലോ ആണ് സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റെസിപ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, കാറ്റഗറൈസ് ചെയ്യാൻ പോണത്. അപ്പോൾ റെസിപ്റ്റുകളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, റെസിപ്റ്റുകളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഐ എം ഗിവിങ് യു അനദർ ബക്കറ്റ് ഓഫ് എക്സാമ്പിൾസ്. ഓക്കെ, ഇതൊന്ന് നോക്കിയേ. 1 2 3 4 5 1 2 3 4 5 6 ഒന്ന് വായിച്ചേ. വായിച്ചേ. ഇത് വായിച്ചിട്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കിയേ. ഇപ്പം സെയിൽ ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് ഫർണിച്ചർ അതേപോലെയാണോ? ഗുഡ്സ് സെല് ചെയ്യുന്ന പോലെ ഫർണിച്ചർ നമ്മൾ എപ്പോഴും സെല് ചെയ്യോ? ഇല്ല. അപ്പോൾ സെയിൽ ഓഫ് ഫർണിച്ചർ വേറൊരു കാറ്റഗറിയാണ് അല്ലേ. കാർ സോൾഡ് ബൈ കാർ ഡീലർ എന്ന് പറഞ്ഞാൽ കാർ ഡീലറുടെ ഗുഡ്സ് ആണ് കാർ. അവൻ ഇന്ന് കാർ സെല് ചെയ്യും, നാളെ കാർ സെല് ചെയ്യും, എപ്പോഴും കാർ സെല് ചെയ്യും. കറക്റ്റ്. അപ്പോൾ കാർ സോൾഡ് ബൈ കാർ ഡീലർ ഏതാണ്? കാർ സോൾഡ് ബൈ കാർ ഡീലർ സെയിൽ ഓഫ് ഗുഡ്സ് പോലെ തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ കൊണ്ടുവന്നു ഒരു ബിസിനസ്സിലോട്ട്. നമ്മൾ ഫുട്ബോൾ ടർഫിൻ്റെ എക്സാമ്പിളൊക്കെ പറയുന്നു. ബിസിനസ്സിലോട്ട് നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ്സിലോട്ട് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ കൊണ്ടുവരുമോ? വിൽ യു ബി ബ്രിങ്ങിങ് ദ ക്യാപിറ്റൽ ഓൾ ദ ടൈം? നോ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, അതൊരു ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഈ ഒരു ടീമിൽ പെട്ട ആളല്ല. ഗ്രാൻഡ് മീൻസ് എനി ഹെൽപ്പ്, ഗ്രാൻഡ് മീൻസ് ആൻ എയ്ഡ് അല്ലേ. ഒരു നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായത്തിനെ പറയുന്ന പേരാണ് എന്ത്, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ എയ്ഡ് ആണ്. ഗ്രാൻഡ് ഫോർ കൺസ്ട്രക്ടിങ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കിട്ടി, ഗ്രാൻഡ് കിട്ടി. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാൻഡ് തന്നു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാൻഡ് തന്നു കഴിഞ്ഞാൽ അത് ഇതേപോലത്തെ സംഭവമല്ല. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഗ്രാൻഡ് കിട്ടുള്ളൂ. എന്നും നമ്മൾ ബിൽഡിംഗ് എന്ത് ചെയ്യൂല, കൺസ്ട്രക്ട് ചെയ്യൂല. കറക്റ്റ്. ദെൻ ഗ്രാൻഡ് ഫോർ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാൻഡ് കിട്ടി. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. എല്ലാ വർഷവും നമ്മൾ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാൻഡ് കിട്ടാം അല്ലേ. ഗ്രാൻഡ് വി മേ റിസീവ് ഗ്രാൻഡ്. കറക്റ്റ്, വി മേ റിസീവ് ഗ്രാൻഡ്. നമുക്ക് ഗ്രാൻഡ് റിസീവ് ചെയ്യാം അല്ലേ. നമുക്ക് ഗ്രാൻഡ് റിസീവ് ചെയ്യാം. കറക്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്തായി ട്രീറ്റ് ചെയ്യാം, വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് നമുക്ക് അതിനെ എന്തായി ട്രീറ്റ് ചെയ്യാം. ഇതെല്ലാം ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ റെസിപ്റ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ഈ റെസിപ്റ്റുകളൊക്കെ എന്താണ്? റിക്കറിങ് ഇൻ നേച്ചറാണ്, റിലേറ്റഡ് ടു ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ആണ്. അങ്ങനത്തെ ഇതൊക്കെ ഈ 6 ഐറ്റംസും റെസിപ്റ്റുകളാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റെസിപ്റ്റ് മീൻസ് ക്യാഷ് ഈസ് കമ്മിങ് ഇൻ, ഇൻഫ്ലോ. റെസിപ്റ്റ് മീൻസ് ഇൻഫ്ലോ, ക്യാഷ് ഈസ് കമ്മിങ് ഇൻ. അപ്പോൾ ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് അകത്ത് വരിക എന്ന് പറയുമ്പോൾ അതെന്താണ്, ക്യാഷ് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ മീൻസ് റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഐറ്റം? റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഐറ്റം? നമ്മുടെ ക്യാഷ് കൂടുക ചെയ്യണത് കേട്ടോ. ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ റെസിപ്റ്റുകളാണ്. ഇതിൽ 1 4 6 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവായിട്ട് ബിസിനസിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന റെസിപ്റ്റുകളാണ്. ആ റെസിപ്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ റെസിപ്റ്റ്സ്. വാട്ട് വി കോൾ റവന്യൂ റെസിപ്റ്റ്സ്. അപ്പോൾ റവന്യൂ എന്താ നിങ്ങൾക്ക് അറിയാം. ഇതിന് മുമ്പ് റവന്യൂ അല്ലാത്ത
എല്ലാ റെസിപ്റ്റുകളും. അത് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതല പറയാറ് കേട്ടോ, അല്ലാതെ നമ്മൾ അതിന് വേറെ സെപ്പറേറ്റ് ഡെഫിനിഷൻ ഒന്നുമില്ല. റവന്യൂ അല്ലാത്ത എല്ലാ റെസിപ്റ്റ്സുകളും ആരാണ്? ദേ ആർ ഓൾ ട്രീറ്റഡ് ആസ് വാട്ട്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. റവന്യൂ അല്ലാത്ത എല്ലാ റെസിപ്റ്റ്സുകളും ആരാണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. റവന്യൂ അല്ലാത്ത എല്ലാ റെസിപ്റ്റ്സുകളും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ ആരൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്? ദീസ് ആർ ഓൾ ദ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. സെയിൽ ഓഫ് ഫർണിച്ചർ, റെന്റ് റിസീവ്ഡ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ഗ്രാൻഡ് ഫോർ കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്. ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ വാട്ട്? ഇതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ് കേട്ടോ. ഇതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടെ പറയാണ്, നമ്മളിവിടെ നമ്മളിവിടെ നമ്മുടെ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് ഉണ്ട്. റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസിനെ നമ്മൾ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് തന്നെ റിസീപ്റ്റ് ആവാം, അതുപോലെ ഏതാവാം? എക്സ്പെൻഡിച്ചർ ആവാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ഏതാവാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം, അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം, അതേപോലെ തന്നെ ഏതാവാം? ക്യാപിറ്റൽ റെസിപ്റ്റ് ആവാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം, ക്യാപിറ്റൽ റെസിപ്റ്റ് ആവാം. അപ്പോൾ ഇത്ര ക്യാപിറ്റൽ നേച്ചർ പേയ്മെന്റ് ഉണ്ടാവാം, ക്യാപിറ്റൽ നേച്ചർ റെസിപ്റ്റ് ഉണ്ടാവാം, അതേപോലെ തന്നെ റവന്യൂ നേച്ചർ റെസിപ്റ്റ് ഉണ്ടാവാം, റവന്യൂ നേച്ചർ എന്തുണ്ടാവാം? പേയ്മെന്റ് ഉണ്ടാവാം. അപ്പോൾ റവന്യൂ റെസിപ്റ്റ് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന റെസിപ്റ്റുകൾ, ഇൻഫ്ലോകളെ പറയുന്ന പേരാണ് റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സ് അല്ലാത്ത എല്ലാ റെസിപ്റ്റുകളെയും നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയും. ദെൻ ഇനി നമ്മൾ ബിസിനസിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗമാണ് ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക. യു ക്യാൻ സീ ഓവർ ദ സ്ക്രീൻ. ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കേട്ടോ, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ. അതേപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക. ബാലൻസ് ഷീറ്റ് അഥവാ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയും. ബാലൻസ് ഷീറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസ് ഉണ്ടാവുക. റവന്യൂ നേച്ചർ ഐറ്റംസ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ, ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റിൽ. ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റിൽ. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദ ടേംസ്? എടാ അത് ക്ലിയർ ആണല്ലോ? ആ കാര്യം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റയർ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തു. റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ട്? ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക കേട്ടോ. റൈറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ ഡിഫറൻസ് ഒക്കെ നമുക്ക് നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന് കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വി ആർ ഫിനിഷിംഗ് ദാറ്റ് ട്രാക്ക്. ഇത് ട്രാപ്പ് അല്ല, ഇറ്റ്സ് നോട്ട് എ ട്രാപ്പ്, ഇറ്റ്സ് എ ട്രാക്ക്. റവന്യൂ നമുക്ക് റെസിപ്റ്റുകൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ? റവന്യൂ റെസിപ്റ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ്, അതേപോലെ തന്നെ ഏത്? ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലെറ്റ്സ് ട്രൈ സം എക്സാമ്പിൾസ്. അപ്പോൾ ആ എക്സാമ്പിൾസ് നോക്കിയിട്ട് നിങ്ങളിത് റവന്യൂ റെസിപ്റ്റ് ആണോ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്നെല്ലാം എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, നെക്സ്റ്റ് ഒരു 20 minutes നമ്മൾ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി നമ്പർ 2 ആയിട്ട് ഞാൻ തരാൻ പോകണം. എന്താ വെച്ചാൽ ടോട്ടൽ നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2 ഈ ട്രാൻസാക്ഷൻസ് എഴുതുക. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ പറയുന്ന ട്രാൻസാക്ഷൻ എഴുതുക. അത് ഏത് ട്രാൻസാക്ഷനാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ റിസീവ്ഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണർ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് ഇക്വിറ്റി. ഓക്കെ, ഓണർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് നമ്പർ 1 എഴുതുക. ഇൻട്രൊഡ്യൂസ്ഡ് ഇക്വിറ്റി. ഓണർ ഇൻട്രൊഡ്യൂസ്ഡ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇങ്ങനെ എഴുതി പോവാം. 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക? യു ക്യാൻ റൈറ്റ് ഡൗൺ. കറക്റ്റ്? റെഡി? സൂപ്പർ റെഡി? ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. അപ്പോൾ നമുക്കൊരു ഹൗ മെനി ട്രാൻസാക്ഷൻസ് വി ക്യാൻ ഡിസ്കസ്? ലെറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. I'll be describing the transactions. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇഫ് ഐ എം സ്പീഡ്, ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ സ്പീഡിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ എഴുതി പോകാൻ പറ്റില്ല. സോ ദാറ്റ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യു ജസ്റ്റ് പോസ് ദ വീഡിയോ, റൈറ്റ് ദ സെയിം. ദെൻ ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താണിത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയിട്ട് എന്ത് ചെയ്യുക? പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ലേണിംഗ് നടക്കണം. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധിക്കുക. റൈറ്റ്? ഗെറ്റ് റെഡി, ഗെറ്റ് സെറ്റ് ഗോ. യെസ്, ലെറ്റ്സ് പ്രൊസീഡ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ്. പിന്നെ ഫസ്റ്റ് വൺ
ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ഓണർ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ. ഏതാണ്? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലേ? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ട്രാൻസാക്ഷൻ. കറക്റ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോവാണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഞാൻ പറയാൻ പോവാണ്. ട്രാവലിംഗ് എക്സ്പെൻസ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ പർച്ചേസിങ് ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ പർച്ചേസിങ് ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോയ ഡയറക്ടേഴ്സിന് ചിലവായ ട്രാവലിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഗുഡ്സ് എപ്പോഴും വാങ്ങും. അത് ഗുഡ്സ് വാങ്ങാൻ റിലേറ്റഡ് ടു ഓപ്പറേഷൻ ആണ്. ഗുഡ്സ് വാങ്ങാൻ വേണ്ടി ഡയറക്ടേഴ്സ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? പുറത്ത് പോവാം. അപ്പോൾ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ? ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. തേർഡ് വൺ പിന്നെ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, റെസ്യൂബിൾസ് ആരാ അറിയാം അല്ലേ? കളക്ഷൻ ഫ്രം റെസ്യൂബിൾസ്. നമ്മുടെ റെസ്യൂബിൾസ് ഉണ്ടല്ലോ, അവരെ കയ്യിൽ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടി. നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് സെല് ചെയ്താൽ നമുക്ക് റെസ്യൂബിൾസ് ഉണ്ടാവും, അവരെ കയ്യിൽ നിന്ന് പൈസ കിട്ടാണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും അല്ലേ? അപ്പോൾ അതെന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ് അല്ലേ? കറക്റ്റ് അല്ലേ? റവന്യൂ റെസിപ്റ്റ് ആണ്. ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസിപ്റ്റ് ആണ്, എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ റെസിപ്റ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ സേ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ഇനാഗുറേഷൻ എക്സ്പെൻസ് ഓഫ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ്സിൻ്റെ ഇനാഗുറേഷൻ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞാൽ വൺസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് വിചാരിക്കും. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവണമെങ്കിൽ അതിന് ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ബിസിനസ് ഷാറൂഖ് ഖാൻ വന്ന് അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും സൽമാൻ ഖാൻ വന്ന് ഇനാഗുറേറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ലോങ് ടേം ബെനിഫിറ്റ്, ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് യാതൊരുവിധ അഷ്വറൻസും ഇല്ല അല്ലേ? യാതൊരുവിധ അഷ്വറൻസും ഇല്ല. അപ്പോൾ അഷ്വറൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും പറയാൻ പറ്റൂല ഇതെന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. റീസൺ മറ്റൊന്നല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാത്തതിൻ്റെ റീസൺ മറ്റൊന്നല്ല. ഒരാൾ വന്ന് ഇനാഗുറേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് യാതൊരു ബെനിഫിറ്റും ഇല്ല, യാതൊരു അഷ്വറൻസും ഇല്ല. ഉണ്ടാവാം, പക്ഷേ ഉണ്ടാവുമെന്ന് യാതൊരു അഷ്വറൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ടത്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി മേജർ റിപ്പയർ ഓഫ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി പർച്ചേസ്ഡ്. സെക്കൻഡ് ഹാൻഡ് മെഷീനറി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് മെഷീനറി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു കണ്ടീഷനിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിയിട്ട് നിങ്ങൾ ആദ്യം നടത്തുന്ന റിപ്പയർ, വൈറ്റ് വാഷ്, എന്ത് സാധനങ്ങൾ ചെയ്യുകയാണെങ്കിലും ദാറ്റ് ഈസ് ഇംപ്രൂവിങ് യുവർ അസെറ്റ്. നിങ്ങൾ അസറ്റിനെ ഇംപ്രൂവ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ അസറ്റിനെ ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് അസറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആ ഒരു മറ്റേ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, മറ്റേ അതിൻ്റെ വൈറ്റ് വാഷ് ആണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ റിപ്പയർ ആണെങ്കിലും അതെല്ലാം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ഫയർ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഫയർ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഈ വർഷം കൊടുക്കും, അടുത്ത വർഷം കൊടുക്കും, പിന്നെ കൊടുക്കും, കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, expenses for obtaining license for running cinema theater. സിനിമാ തിയേറ്റർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് എടുക്കാൻ വേണ്ടി കൊടുത്ത പൈസ ഏതാണ്? ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് മെഷീനറി വിറ്റിട്ട് കിട്ടിയ പൈസ. മെഷീനറി നമ്മളെ ഗുഡ്സ് ഒന്നും അല്ല അല്ലേ? മെഷീനറി ഈസ് എ PP നോർമലി. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഷീനറി ഗുഡ്സുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും, പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഷീനറി നമ്മൾ എന്താണ്? മെഷീനറി ഈസ് അവർ അസറ്റ്. അപ്പോൾ മെഷീനറി സെല്ല് ചെയ്തിട്ട് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഏതാണ്? റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? ഇറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ് കേട്ടോ. അത് നമ്മുടെ റവന്യൂ റെസിപ്റ്റ് ആണ്. മെഷീനറി സെല്ല് ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഈസ് എ റവന്യൂ റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ്,
നമ്മൾ ക്യാഷ് സെയിൽസ് നടത്തി. എടാ നമ്മൾ എന്ത് നടത്തി? ക്യാഷ് സെയിൽസ് നടത്തി. ക്യാഷ് സെയിൽസ് നടത്തി. ക്യാഷ് സെയിൽസ് നടത്തിയപ്പോൾ കിട്ടിയ പൈസ ക്യാഷ് സെയിൽസ് ഏതാണ്? ഇപ്പം നടത്തി, നാളെ നടത്തി, പിന്നെ നടത്തും അല്ലേ? ദാറ്റ് ഈസ് ഏതാണ്? ദാറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ്. ഏതാണ്? റവന്യൂ റെസിപ്റ്റ് കേട്ടോ, റവന്യൂ റെസിപ്റ്റ്. ഓക്കെ, റവന്യൂ റെസിപ്റ്റ്. ദെൻ കമ്പ്യൂട്ടർ ഷോപ്പ് ബോട്ട് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഷോപ്പ് കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. കമ്പ്യൂട്ടർ ഷോപ്പ് ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ. കമ്പ്യൂട്ടർ ഷോപ്പ് ഫേർണിച്ചർ വാങ്ങിയാൽ എന്താണ്? ഫേർണിച്ചർ ഷോപ്പ് കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ഫേർണിച്ചർ വാങ്ങിയാൽ ഏതാണ്? ഫേർണിച്ചർ ഷോപ്പ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഷോപ്പ് ബോട്ട് ഫേർണിച്ചർ. സോറി, കമ്പ്യൂട്ടർ ഷോപ്പ് ബോട്ട് ഫേർണിച്ചർ. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ എമൗണ്ട് പെയ്ഡ് ഫോർ ഷിഫ്റ്റിംഗ് ഇൻവെൻട്രി ഫ്രം വൺ സൈഡ് ടു അനദർ. എമൗണ്ട് പെയ്ഡ് ഫോർ ഷിഫ്റ്റിംഗ് ഇൻവെൻട്രി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ന്യൂയോർക്കുള്ള എന്താ പറയുക ഒരു ഇൻവെൻട്രി നിങ്ങളുടെ ഫാക്ടറി പ്രൈസസ് വേറെ സ്ഥലത്താണ്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? പൈസ കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെന്താണ്? അത് നിങ്ങൾ ഇൻവെൻട്രി ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ലോങ് ടൈം ഇമ്പാക്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെയുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻവെൻട്രി ആണ് നിങ്ങൾക്ക് അറിയാം, സെല് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഗുഡ്സ്. ഓക്കെ, ഇൻവെൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യലൊക്കെ എന്താണ്? വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. ദെൻ എമൗണ്ട് പെയ്ഡ് ടു ടെലകോം കമ്പനി ഫോർ ഇൻസ്റ്റാളിംഗ് ടെലഫോൺ അറ്റ് ദ ഓഫീസ് പ്രമൈസസ്. ഓഫീസ് പ്രമൈസസിൽ ഏത് ടെലഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഫോൺ കമ്പനിക്ക് നമ്മൾ പൈസ കൊടുത്തു. ടെലഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ടെലഫോൺ കമ്പനിക്ക് നമ്മൾ പൈസ കൊടുത്തത് ഏതാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, ദാറ്റ് ഈസ് ഗിവിംഗ് യു ലോങ് ടൈം ഇമ്പാക്റ്റ്. അപ്പോൾ ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ലൈസൻസ് ഫോർ സ്റ്റാർട്ടിംഗ് ഫാക്ടറി. ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു. എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ലൈസൻസ് ഫോർ ഫാക്ടറി. എമൗണ്ട് പെയ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ലൈസൻസ് ഫോർ ഫാക്ടറി. ഫാക്ടറി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് കൊടുത്തു. അതേതാണ്? അത് ലോങ് ടൈം ഇമ്പാക്റ്റ് ആണ്, ഉറപ്പായിട്ടും ലോങ് ടൈം ഇമ്പാക്റ്റ് ആണ്. ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ എമൗണ്ട് പെയ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡ്. എമൗണ്ട് പെയ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ഷെഡ്. ഫാക്ടറി ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ടറി ഷെഡ് ഈസ് ലോങ് ടേം ജനറലി. അപ്പോൾ ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ. ദെൻ എമൗണ്ട് സ്പെൻഡ് ഫോർ റീപ്ലേസിങ് വോൺ ഔട്ട് പാർട്ട് ഓഫ് മിഷനറി. ഈ റീപ്ലേസ്മെൻറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വിമാനം അല്ല, ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇതിലോട്ട് വരാം. ഒരു എയർക്രാഫ്റ്റ്. ഈ എയർക്രാഫ്റ്റിൽ നമ്മൾ എയർക്രാഫ്റ്റ് വാങ്ങുമ്പോൾ അതിൽ ഇൻറ്റീരിയറും എല്ലാം ഉണ്ടാവും അല്ലേ? പക്ഷേ എയർക്രാഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടല്ലോ, ഇൻറ്റീരിയർ മീൻസ് ഇൻറ്റീരിയർ ആൻഡ് സീറ്റിങ്ങും ഇൻറ്റീരിയറൊക്കെ നമ്മൾ 5 വർഷം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ആ ഇൻറ്റീരിയർ സീറ്റിംഗ് അതേപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് 5 വർഷം കൂടുമ്പോഴാണ്. 5 വർഷം കൂടുമ്പോൾ വിമാനം നമ്മൾ റീപ്ലേസ് ചെയ്യുമോ? ഇല്ല. അതിൻ്റെ എഞ്ചിനും അതുപോലെ തന്നെ പിന്നെ ബോഡിക്കൊക്കെ ഒരുപാട് വർഷം ലൈഫ് ഉണ്ടാവും, ഒരുപാട് വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഇൻറ്റീരിയർ അതുപോലെ തന്നെ പിന്നെ സീറ്റിംഗ് മാറ്റി കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷം കൂടെ നമുക്ക് ലൈഫ് കിട്ടൂലേ? അടുത്തൊരു 5 വർഷം കൂടെ നമുക്ക് ലൈഫ് കിട്ടൂലേ? അടുത്തൊരു 5 വർഷം കൂടെ നമുക്ക് എന്ത് ചെയ്യും? ലൈഫ് കിട്ടും അല്ലേ? അടുത്തൊരു 5 വർഷം കൂടെ നമുക്ക് ലൈഫ് കിട്ടും. അപ്പോൾ അത് ഏത് എക്സ്പെൻഡിച്ചർ ആണ്? ദാറ്റ് ഈസ് അത് മേജർ റീപ്ലേസ്മെന്റ് ആണ് അല്ലേ? അത് ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ നിങ്ങളിപ്പോൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ കാർ അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റി, അത് എയർ ഫിൽറ്റർ അല്ല, വോൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ബ്രേക്ക് പാഡൊക്കെ പോലെ തീർന്നു പോകുന്ന സാധനങ്ങൾ, വോൺ ഔട്ട്. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട സാധനങ്ങളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു വേർഡ് നമ്മൾ അസ്യൂം ചെയ്യണതാണ്. അങ്ങനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം ബെനിഫിറ്റ് തരുന്ന റീപ്ലേസ്മെന്റ് അല്ല, മൈനർ റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറും, മേജർ റീപ്ലേസ്മെന്റുകളാണെങ്കിൽ അതെല്ലാം എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കേട്ടോ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ, ലീഗൽ ഫീ ടു അക്വയർ ലാൻഡ്. 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 എന്താ ലീഗൽ ഫീ ടു അക്വയർ ലാൻഡോട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ലാൻഡ് വാങ്ങി,
അപ്പോൾ അത് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാനൊക്കെ നമുക്കൊരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വല്ല ഫീസും കൊടുക്കുകയാണെങ്കിൽ ആ ലീഗൽ ഫീ ടു അക്വയർ ലാൻഡ് നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ടത്, ലീഗൽ ഫീ ടു അക്വയർ ലാൻഡ് നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്നതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത് കേട്ടോ. ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് വാട്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കേട്ടോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റൈറ്റ്. അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. ഫൈൻ. ദെൻ നെക്സ്റ്റ് വൺ എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ലാൻഡ്, ഈ ലാൻഡ് വേറെ ആളെ ലാൻഡ് ആണെന്ന് പറഞ്ഞിട്ട് അയാൾ കേസ് കൊടുത്തു. അപ്പം നമ്മൾ എന്താ പറയുക, യെസ് ഇറ്റ്സ് യുവർ ലാൻഡ് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അയാളോട് പോകാൻ പറയുമോ, ഓടാ വിൽ ഫയൽ അല്ലെങ്കിൽ വിൽ ഡിഫെൻഡ് ദ കേസ്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അഡ്വക്കേറ്റിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, വാദിക്കും. അപ്പോൾ ആ അഡ്വക്കേറ്റിന് കൊടുക്കുന്ന ലീഗൽ ഫീ ഉണ്ടാവുമല്ലോ, ലീഗൽ ഫീ ഞാൻ ഒന്നും കൂടെ പറയാം, പിന്നെ ലീഗൽ ഫീ പെയ്ഡ് to defend a suit claiming that the firm's factory site belonged to the plaintiff എന്ന് പറഞ്ഞാൽ വാദി, ഡിഫെൻഡ് ആണ് എതിർക്കുക. അത് ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? നമ്മുടെ ലാൻഡ് നമ്മളതാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്കെതിരെ കൊടുത്ത കേസ് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവായ പൈസ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ഏതാണോ മക്കളെ, ഏതായിരിക്കും, റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ? അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടെൽ മീ, റവന്യൂ വെദർ ദാറ്റ് ഈസ് റവന്യൂ ഓർ ക്യാപിറ്റൽ, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ദാറ്റ് ഈസ് എ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദ അസറ്റ്. ഈ കേസ് ജയിച്ചാൽ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് ലാൻഡ് നിങ്ങളുടെ അതേപോലെ നിൽക്കും. നിങ്ങൾ തോറ്റാലോ ലാൻഡ് പോവും. അല്ലാതെ ഉള്ള ലാൻഡ് ഇമ്പ്രൂവ് ആവുന്നൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇല്ല. പുതിയ അസറ്റ് നിങ്ങൾ വാങ്ങുന്നുണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ അതെന്താണ്, ദാറ്റ്സ് എ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, ഇറ്റ്സ് നോട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, അതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞുതരാം. എമൗണ്ട് പെയ്ഡ് ആസ് ലോ എസ് ഫി to defend a suit claiming that the firm's factory site belonged to the plaintiff's land is capital expenditure എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഏതാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദാറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു 5 lakh FD ഇട്ടു. 5 lakh FD ഇട്ടപ്പോൾ ലാസ്റ്റത്തെ ഇയറിൽ 5ാമത്തെ വർഷം നമുക്ക് 5,40,000 കിട്ടി, അല്ലെങ്കിൽ 5,50,000 കിട്ടി, ഇൻക്ലൂഡിങ് ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊരു റെസിപ്റ്റ് ആണ്, 5,50,000 റിസീവ്ഡ്. അത് ഏത് റെസിപ്റ്റാണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ? 5 lakh FD ഇട്ടത് കിട്ടുന്നത് എന്താ, FD തിരിച്ചിട്ട് കാരണം എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ FD ഇട്ടത് തിരിച്ച് കിട്ടുന്നത് എന്താണ്, ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. FD പോർഷൻ 5 lakh തിരിച്ച് കിട്ടിയത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എന്നാൽ FD പോർഷൻ 5 lakh തിരിച്ച് കിട്ടിയത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എന്നാൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇല്ലേ, എത്രയാണ് ഇൻട്രസ്റ്റ് പോർഷൻ? 50,000. ഈ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും നമുക്ക് കിട്ടൂലേ? ഇൻട്രസ്റ്റ് പോർഷൻ ഏതാണ്, ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റ്. ഇൻട്രസ്റ്റ് പോർഷൻ റവന്യൂ റെസിപ്റ്റ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് പോർഷൻ ഈസ് റവന്യൂ റെസിപ്റ്റ്. ഇൻട്രസ്റ്റ് പോർഷൻ റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് പോർഷൻ ഈസ് വാട്ട്, റവന്യൂ റെസിപ്റ്റ്. കറക്റ്റ്, ഇൻട്രസ്റ്റ് പോർഷൻ ഈസ് റവന്യൂ റെസിപ്റ്റ്. ദെൻ നെക്സ്റ്റ്, നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി ഹട്ട് ഉണ്ടാക്കി. അപ്പോൾ കോസ്റ്റ് ഓഫ് ടെമ്പററി ഹട്ട് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ബിൽഡിംഗ് മെറ്റീരിയൽ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ടെമ്പററി ഹട്ടാണ് ഉണ്ടാക്കിയത്, അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു 6 മാസം കഴിഞ്ഞ് അത് പൊളിയും, അല്ലെങ്കിൽ പൊളിച്ച് മാറ്റേണ്ടേക്ക് വരും, അങ്ങനത്തെ സാധനമാണ്. ഓക്കെ, അപ്പോൾ അത് ഏതാണ്, റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ? ഏതാണ് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ? പറഞ്ഞു നോക്കിയേ, ഏതാണ് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ? ഏതായിരിക്കും അത്? സി, അണ്ടർസ്റ്റാൻഡ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ടെമ്പററി ഹട്ടിന് ഷോർട്ട് ടേം ലൈഫാണ്. പക്ഷേ ടെമ്പററി ഹട്ട് നമ്മൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെമ്പററി ഹട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഏതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബിൽഡിങ്ങിന് എന്ത് ലൈഫാണ്? ബിൽഡിങ്ങിന് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ബിൽഡിങ്ങിന് ലോങ് ടേം ലൈഫാണുള്ളത് അല്ലേ? ബിൽഡിങ്ങിന് ലോങ് ടേം ലൈഫാണുള്ളത്. അപ്പോൾ ഏതാണ് അതേതാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണത്, ടെമ്പററി ഹട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ടെമ്പററി ഹട്ടിന് ഷോർട്ട് ടേം ലൈഫ് ഉള്ളൂ എങ്കിലും അതേതാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ദാറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കേട്ടോ. അപ്പോൾ അതിൻ്റെ വേർഡിങ്സ് എഴുതേണ്ടത്, ടെമ്പററി ഹട്ട് കൺസ്ട്രക്റ്റഡ് ഫോർ സ്റ്റോറിങ് ദ
ബിൽഡിംഗ് മെറ്റീരിയൽസ്. ആ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്തിനാ? ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറക്കരുത്. ഓക്കെ, റൈറ്റ്. Then amount spent on demolition of a building. Amount spent on demolition of a building to construct a bigger building on the same site. ഒരേ സൈറ്റിൽ തന്നെ amount spent on demolition of a building ഡിമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ amount spend ചെയ്തു. എന്തിന്? To construct a bigger building on the same site. ആ സെയിം സൈറ്റിൽ തന്നെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എമൗണ്ട് കൊടുത്തു. അപ്പോൾ അതേതാണ്? ദാറ്റ് ഈസ് ഏതാണ്? നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഈ പഴയ ഡെബ്രീസ് അല്ലെങ്കിൽ വേസ്റ്റ് ഉള്ള ഈ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യണ്ടേ? അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. ദെൻ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് മെഷീനറി ഡാമേജ്ഡ് ബൈ ഫയർ. മെഷീനറി ഫയർ വന്നിട്ട് ഡാമേജ് ആയി. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കയ്യിൽ നിന്ന് എന്ത് കിട്ടി? ഇൻഷുറൻസ് ക്ലെയിം കിട്ടി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് മെഷീനറി ഡാമേജ്ഡ് ബൈ ഫയർ. ഏതാണ്? റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? മെഷീനറി ആണ് പോയത്. എന്നും മെഷീനറി കത്തിപ്പോവോ? ഇല്ല. ദാറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 1 hour ഒരു ലോങ് സെഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ സെഷനിൽ നമ്മൾ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കുക. ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെ കാണിക്കുക? റവന്യൂലാണ്. ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് ഒക്കെ ബാലൻസ് ഷീറ്റിലും, റവന്യൂ നേച്ചർ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെ കാണിക്കുക? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുമാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രസൻറ്റ് ചെയ്യുക. യെസ്. അപ്പോൾ ദാറ്റ്സ് വിത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-30ഓളം എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. സോഫാർ വി ഹാവ് ഗോട്ട് 2 ആക്ടിവിറ്റീസ്. 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 ആക്ടിവിറ്റിയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ട്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഇഫ് യു ആർ ലേണിംഗ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 2 വാക്കുകൾ, വാട്ട് ഈസ് ഡെബിറ്റ്, വാട്ട് ഈസ് ക്രെഡിറ്റ്, വാട്ട് ഈസ് അക്കൗണ്ട്. അക്കൗണ്ട്സ് ഈസ് ഓൾ അബൌട്ട് ദിസ്. ഡെബിറ്റ്, ക്രെഡിറ്റ്, അക്കൗണ്ട് അല്ലേ? ഇത് കേട്ടിട്ടില്ലേ? യെസ്. അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്താണെന്ന് അറിയണ്ടേ? വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ.